ഹലോ ആൾ SQL സെർവറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലും നമ്മൾ നോർമൽ ഫോംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് അതായത് പാർട്ട് 50, 51, 52 ഈ വീഡിയോകളിലെല്ലാം നോർമൽ ഫോംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ആ വീഡിയോകൾ കാണാത്തവർ അത് ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 50, 51, 52ന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL സെർവറിലെ തേർഡ് നോർമൽ ഫോമിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് തേർഡ് നോർമൽ ഫോം? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അതിന് മെയിനായിട്ട് 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ആ ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോം ആകണമെങ്കിൽ ആദ്യമേ ആ ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും ആയിരിക്കണം. അതായത് ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അത് ആദ്യമേ ഫസ്റ്റ് നോർമൽ ഫോമിലും സെക്കൻഡ് നോർമൽ ഫോമിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് തേർഡ് നോർമൽ ഫോമിലോട്ട് ആകത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിൾ എടുക്കുമ്പോൾ ആ ടേബിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈമറി കീ ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് അതിനകത്തുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ വേറൊരു ടേബിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയും. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇവിടെ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഐഡി ഉണ്ട്, എംപ്ലോയി നെയിം, സാലറി, ജെൻഡർ, ഡിപ്പാർട്ട്മെന്റ് ഐഡി ആൻഡ് ആനുവൽ സാലറി. അപ്പോൾ ഇത്രയും കോളംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ എംപ്ലോയി നെയിം, സാലറി, ജെൻഡർ, ഡിപ്പാർട്ട്മെന്റ് ഐഡി ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഐഡി ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ ആനുവൽ സാലറി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എംപ്ലോയിയുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആനുവൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാലറിയുടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മുടെ എംപ്ലോയി ടേബിൾ അല്ലെങ്കിൽ എംപ്ലോയിയുടെ പ്രൈമറി ഫീൽഡുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. ഇങ്ങനെയുള്ള കോളംസ് നമുക്ക് നമ്മുടെ ടേബിളിൽ ഇടാൻ പാടില്ല. നമ്മൾ ഒന്നുകിൽ ഇത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഡാറ്റ നമുക്ക് ടേബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡൈനാമിക്കലി നമുക്ക് ഈ സാലറിയും കൂടെ നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആനുവൽ സാലറി എന്ന് പറയുന്ന ഫീൽഡ് ഈ നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഈ കോളം നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ സാലറി എന്ന് പറയുന്ന കോളം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമുക്കിതൊരു തേർഡ് നോർമൽ ഫോമിന്റെ സ്റ്റേജിലോട്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഐഡി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് വേറെ ടേബിൾ ഉണ്ട്, അതിന്റെ പ്രൈമറി കീയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഐഡി ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതിനകത്തുള്ള എല്ലാ ഫീൽഡ്സും നമ്മുടെ പ്രൈമറി കീ ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇൻ കേസ് ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഐഡി ഇടുന്നു. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ഈ കേസിൽ ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നോക്കിയേ, ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉണ്ട്. ഇപ്പം നോക്കിയേ, ഈ 4 കോളവും നമ്മളുടെ നമ്മുടെ പ്രൈമറി കീ ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആയിട്ടാണ് ഇത് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നമുക്ക് വേറൊരു ടേബിളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ്ലി ഡിപ്പെൻഡന്റ് അല്ലാത്ത കോളംസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ചൈൽഡ് ടേബിളിലേക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലേക്ക് നമുക്കത് മാറ്റാവുന്നതാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് നെയിം ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലൈസേഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ഇത് നന്നായിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ
എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു.